ഇനി ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയെക്കുറിച്ച് പ്രേക്ഷകരോട് പങ്കുവയ്ക്കുകയാണ്. ഇന്ത്യയുടെ 5ാം തലമുറ യുദ്ധവിമാനം നിർമ്മാണം തുടങ്ങാൻ അനുമതി ലഭിച്ചിരിക്കുകയാണ്. അഡ്വാൻസ്ഡ് മീഡിയം കോമ്പാക്ട് എയർക്രാഫ്റ്റ് നിർമ്മാണം തുടങ്ങാനാണ് പ്രതിരോധ വകുപ്പ് അനുമതി നൽകിയത്. എയറോനോട്ടിക്കൽ ഡെവലപ്മെന്റ് അതോറിറ്റിയാണ് പദ്ധതി നടപ്പാക്കുന്നത്. This is the Indian answer to the world. അങ്ങനെ പറയാണ്. നമ്മൾ സ്റ്റെൽത്ത് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഷേപ്പിംഗ് തന്നെ നമ്മൾ അങ്ങനെ ഉണ്ടാക്കിയിരുന്നു. You can see the sharp corners and also the blunt edges which don't allow the radar, enemy radar-ൻ്റെ സിഗ്നേച്ചർ കുറയ്ക്കാനായിട്ട് ഇത് നമുക്ക് കാണാതെ ഇരിക്കാനായിട്ടുള്ള പരിപാടിയാണ് നമ്മൾ ഇതിൽ ചെയ്തിട്ടുള്ളത്. യു ഹാവ് ലോട്ട് ഓഫ് ഇൻറ്റർണൽ വെപ്പൺസ് ഇതിൻ്റെ അകത്തോട്ടായിരിക്കും. എയർ ടു എയർ മിസൈൽ, എയർ ടു ഗ്രൗണ്ടിൻ്റെ പരിപാടികളെല്ലാം ഇതിൻ്റെ അകത്തോട്ടുണ്ട്. സോ അവർ പൈലറ്റ് വിൽ ഡിസൈഡ് വാട്ട് ഈസ് ദ ആക്ഷൻ. കെ.വി. ശ്രീധരൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീധരൻ, ഈ ഒരു പ്രോട്ടോടൈപ്പ് ഇങ്ങനെ നിർമ്മാണം തുടങ്ങാനിരിക്കുമ്പോൾ, പ്രത്യേകിച്ച് ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷമൊക്കെ ഇതൊരു നിർണായക തീരുമാനമാണല്ലേ? പ്രത്യേകിച്ച് പാകിസ്ഥാനെ നെഞ്ചിടിപ്പ് കൂട്ടുന്ന ഒരു തീരുമാനം കൂടിയാകാം. തീർച്ചയായിട്ടും സന്ധ്യ, അതായത് ഇപ്പോൾ ഇന്ത്യൻ പ്രതിരോധ സേനകൾ ആദ്യമായി കാത്തിരിക്കുന്നത് ഇത്തരം 5ാം തലമുറ വിമാനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അതായത് ഇപ്പോൾ നമ്മുടെ പാകിസ്ഥാനൊക്കെ ആവട്ടെ, നമ്മുടെ അയൽ രാജ്യങ്ങൾക്കൊക്കെ 5ാം തലമുറ വിമാനങ്ങളുണ്ട്. പാകിസ്ഥാൻ്റെ പക്കൽ F-16 ഉണ്ട് എന്ന് നമ്മൾ നേരത്തെ തന്നെ അറിഞ്ഞിട്ടുള്ളതാണ്. അതിൽ നമ്മൾ കണ്ടു നമ്മുടെ സുഖോയ് വിമാനങ്ങൾ വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ റഫാൽ വിമാനങ്ങൾക്ക് വെച്ചുകൊണ്ട് ഈ F-16 ഈ കഴിഞ്ഞ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ സമയത്ത് അടിച്ചിട്ടു എന്നൊക്കെ നമ്മൾ കേട്ടിരുന്നു. ഏതായാലും അങ്ങനെ F-16നോടും റഷ്യയുടെ ഏറ്റവും ആധുനികമായിട്ടുള്ള Su-57, അതായത് സുഖോയ് 57 അഡ്വാൻസ്ഡ് 5ാം തലമുറ വിമാനങ്ങളോടും കിടപിടിക്കുന്ന തരത്തിലുള്ള ഒരു യുദ്ധവിമാനമാണ് ഇന്ത്യ ഇപ്പോൾ നിർമ്മിക്കാൻ നോക്കുന്നത്. ഏതായാലും AMCA എന്നാണ് അതിന് പ്രാരംഭമായിട്ട് നൽകിയിരിക്കുന്ന പേര്. എയറോബാറ്റിക് മീഡിയം കോമ്പാക്ട് എന്നുള്ള ആ വിമാനമാണ്, എയറോക്രാഫ്റ്റ് എന്നുള്ള വിമാനമാണ് ഇപ്പോൾ നമ്മൾ നിർമ്മിക്കുന്നത്. 5 വർഷത്തിനകം പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടു കൂടി ഇതിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നത്. ഏതായാലും നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം പ്രതിരോധ മേഖലയ്ക്ക് കുറച്ചുകൂടി ഊന്നൽ നൽകാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഇതിൻ്റെ പദ്ധതി കുറച്ചു കാലമായെങ്കിൽ പോലും അതിൻ്റെ ഭാഗമായിട്ട് കൂടി ഇതിൻ്റെ നടപടികൾ ഇപ്പോൾ വേഗത്തിലാക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. നമ്മുടെ സേനയ്ക്ക് കൂടുതൽ ആത്മവിശ്വാസം പകരുന്ന, നമ്മുടെ ശത്രുപക്ഷത്ത് നിൽക്കുന്നവർക്ക് നെഞ്ചിടിപ്പേറ്റുന്ന തീരുമാനം തന്നെയായിരിക്കും ഇന്ത്യ ഈ ഫൈറ്റർ ജെറ്റുകൾ, അതായത് നേരത്തെ നമ്മൾ ആത്മനിർഭർ ഭാരത് വെച്ചുകൊണ്ട് ഒരുപാട് പ്രതിരോധ ഉൽപ്പന്നങ്ങൾ നമ്മൾ സ്വയം നിർമ്മിച്ചിരുന്നു. അതിൻ്റെയൊക്കെ പുതിയ ഒരു രൂപമായിട്ട് തന്നെ ഇപ്പോൾ ഈ ഫൈറ്റർ ജെറ്റിനെ 5ാം തലമുറ യുദ്ധവിമാനങ്ങളെ നമുക്ക് കാണേണ്ടി വരും.